ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിനധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുക്കുക. അതിനുശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, പിന്നെ നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല വേണം, പിന്നെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ കുരുമുളക് 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക നമ്മൾക്ക്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. ആ എണ്ണ ചൂടാവേണ്ട, ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പകുതി കുറച്ച് ചൂടാവുമ്പോൾ നമ്മൾ ഈ മസാലകളൊക്കെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഞാനിനി ചെമ്മീൻ എടുക്കുന്നുണ്ട്. ഇതൊരു 15 എണ്ണം ഉണ്ടാവുമേ. അതിനുള്ള അളവാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മറ്റേ മസാലകളുടെ അളവും അതേപോലെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ ചെമ്മീൻ കുക്ക് ചെയ്യാൻ ശരിക്കും 2 മിനിറ്റ് തന്നെ മതി. അപ്പോൾ നമ്മൾ 2 സൈഡ് ഇതുപോലെ എണ്ണയിൽ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെമ്മീൻ വെന്ത് കഴിയും. മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതേ ഇപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണ്. ഇതിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ നമ്മൾക്ക് ഒരു പണിയുമില്ല. ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ അരിയണമെന്നുള്ള ഒരു പണിയുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ജസ്റ്റ് ഈ പൊടികളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പം ഇനി ചെമ്മീൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.